അപ്പസ്തോല പ്രവർത്തനങ്ങൾ 24 അധ്യായം. കുറ്റാരോപണം. 5 ദിവസം കഴിഞ്ഞ് പ്രധാന പുരോഹിതനായ അനനിയാസ് ഏതാനും ജനപ്രമാണികളോടും അഭിഭാഷകനായ തെർത്തുള്ളുസിനോടും കൂടി അവിടെ എത്തി. അവർ ദേശാധിപതിയുടെ മുമ്പാകെ പൗലോസിനെതിരെ പരാതിപ്പെട്ടു. അവനെ കൊണ്ടുവന്നപ്പോൾ തെർത്തുള്ളുസ് ഇങ്ങനെ കുറ്റാരോപണം തുടങ്ങി. അഭിവന്ദനെ ഫെലിക്സേ, നിന്റെ ഭരണത്തിൽ ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നുവെന്നതും നിന്റെ പരിപാലനം വഴി ഈ ദേശത്ത് പല പരിഷ്കാരങ്ങളും നടപ്പാക്കപ്പെട്ടിരിക്കുന്നുവെന്നതും ഞങ്ങൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും കൃതജ്ഞതാപൂർവ്വം അംഗീകരിക്കുന്നു. നിന്നെ അധികം ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ചുരുക്കത്തിൽ പറയുന്ന ഇക്കാര്യം ദയാപൂർവം കേൾക്കണം. ഈ മനുഷ്യൻ ശല്യക്കാരനും ലോകം മുഴുവനുമുള്ള യഹൂദരുടെ ഇടയിൽ ഒരു പ്രക്ഷോഭകാരിയുമാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു. ഇവൻ നസ്രിയ പക്ഷത്തിൻ്റെ പ്രമുഖ നേതാവാണ്. ദേവാലയം പോലും അശുദ്ധമാക്കാൻ ഇവൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ ഇവനെ പിടികൂടി. നീ തന്നെ ഇവനെ വിസ്തരിക്കുന്ന പക്ഷം ഇവനെതിരായുള്ള ഞങ്ങളുടെ ഈ ആരോപണങ്ങളെക്കുറിച്ച് ഇവനിൽ നിന്ന് തന്നെ നിനക്ക് ബോധ്യമാകുന്നതാണ്. ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരും കുറ്റാരോപണത്തിൽ പങ്കുചേർന്നു. ഫെലിക്സിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ ദേശാധിപതി ആംഗ്യം കാണിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, വളരെ വർഷങ്ങളായി നീ ഈ ജനതയുടെ ന്യായാധിപനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മേലുള്ള കുറ്റാരോപണങ്ങൾക്ക് ഞാൻ സന്തോഷപൂർവ്വം സമാധാനം പറഞ്ഞുകൊള്ളട്ടെ. നിനക്ക് തന്നെ മനസ്സിലാക്കാവുന്നതുപോലെ ജെറുസലേമിൽ ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് 12 ദിവസത്തിലധികമായിട്ടില്ല. ഞാൻ ദേവാലയത്തിലോ സിനഗോഗിലോ നഗരത്തിൽ എവിടെയെങ്കിലുമോ വെച്ച് ആരോടെങ്കിലും തർക്കിക്കുന്നതായോ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതായോ അവർ കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്കെതിരായി കൊണ്ടുവരുന്ന ആരോപണങ്ങൾ തെളിയിക്കാനും അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ നിൻ്റെ മുമ്പിൽ ഇത് ഞാൻ സമ്മതിക്കുന്നു. അവർ ഒരു മതവിഭാഗം എന്ന് വിളിക്കുന്ന മാർഗമനുസരിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. നിയമത്തിലും പ്രവചന ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാർക്കും നീതിരഹിതർക്കും പുനരുദ്ധാനം ഉണ്ടാകുമെന്നാണ് ദൈവത്തിലുള്ള എൻ്റെ പ്രത്യാശ. ഇവരും ഇത് തന്നെ പ്രത്യാശിക്കുന്നവരാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായി മനസാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നത് എൻ്റെ ജനത്തിന് ദാനധർമ്മങ്ങൾ എത്തിക്കാനോ കാഴ്ചകൾ സമർപ്പിക്കാനുമാണ്. ഞാൻ അത് നിർവഹിക്കുന്നതിനിടെ ശുദ്ധീകരണം കഴിഞ്ഞ് ദേവാലയത്തിലായിരിക്കുമ്പോഴാണ് ഇവർ എന്നെ കണ്ടത്. എൻ്റെ കൂടെ ജനക്കൂട്ടമൊന്നുമില്ലായിരുന്നു, ബഹളമൊന്നും ഉണ്ടായതുമില്ല. എന്നാൽ അവിടെ ഏഷ്യക്കാരായ ചില യഹൂദന്മാരുണ്ടായിരുന്നു. അവർക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അവർ നിൻ്റെ മുമ്പിലെത്തി അത് സമർപ്പിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആലോചനാ സംഘത്തിന് മുമ്പാകെ നിന്നപ്പോൾ എന്തു കുറ്റമാണ് എന്നിൽ കണ്ടതെന്ന് ഈ നിൽക്കുന്നവർ പറയട്ടെ. മരിച്ചവരുടെ പുനരുദ്ധാനം സംബന്ധിച്ചാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിസ്തരിക്കപ്പെടുന്നത് എന്ന് അവരുടെ നടുക്ക് നിന്നപ്പോൾ വിളിച്ചു പറഞ്ഞതൊഴികെ മറ്റൊരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. മാർഗത്തെക്കുറിച്ച് കൂടുതൽ നന്നായി അറിയാമായിരുന്ന ഫെലിക്സ് ആകട്ടെ, സഹസ്രാധിപനായ ലീസിയാസ് വന്നിട്ട് ഞങ്ങളുടെ കാര്യം ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിസ്താരം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെച്ചു. അവനെ തടവിൽ സൂക്ഷിക്കണമെന്നും എന്നാൽ കുറേയൊക്കെ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും സ്വന്തക്കാരിൽ ആരെയും അവനെ പരിചരിക്കുന്നതിൽ നിന്നു തടയരുതെന്നും അവൻ ശതാധിപന് കൽപ്പന കൊടുത്തു. ഫെലിക്സിൻ്റെ തടങ്കലിൽ കുറേ ദിവസങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ഫെലിക്സ് യഹൂദയായ ഭാര്യ ദ്രൂസില്ലായോടൊപ്പം വന്ന് പൗലോസിനെ വിളിപ്പിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്ന് കേട്ടു. അവൻ നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഫെലിക്സ് ഭയപ്പെട്ടിങ്ങനെ പറഞ്ഞു, തൽക്കാലം നീ പോയിക്കൊള്ളുക. ഇനിയും എനിക്ക് സമയമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം. എന്നാൽ അതേസമയം പൗലോസിൽ നിന്ന് കൈക്കൂലി കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അതിനാൽ പലപ്പോഴും അവൻ പൗലോസിനെ വരുത്തി സംസാരിച്ചിരുന്നു. 2 വർഷം കഴിഞ്ഞ് ഫെലിക്സിൻ്റെ പിൻഗാമിയായ പോർസിയൂസ് ഫെസ്തുസ് വന്നു. യഹൂദരുടെ ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഫെലിക്സ് പൗലോസിനെ തടവുകാരനായി തന്നെ വിട്ടിട്ടുപോയി.